പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ ഏപ്രിൽ 11 കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജ് കെ ബാബു പ്രഖ്യാപിച്ച ഒരു വിധിന്യായം, അത് ഒരു സുപ്രധാന വിധിന്യായമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അത് ഹൈക്കോടതിയുടെ അധികാരം, ഹൈക്കോടതിയുടെ അതോറിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന, ഹൈക്കോടതിയുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുന്ന, ഹൈക്കോടതിയുടെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇന്റഗ്രിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിന്യായമാണ് ഏപ്രിൽ 11 കെ ബാബുവിന്റെ ബെഞ്ചിൽ നിന്ന് വരുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടി. ഞാൻ കെ ബാബു എന്ന് പറയുന്ന ജഡ്ജിയുടെ മറ്റ് ചില ചില വിധിന്യായങ്ങൾ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ വിമർശനം മാത്രമല്ല, വിമർശനത്തിനുള്ള അവകാശം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഹൈക്കോടതി ചെയ്യുന്ന ശരിയായ കാര്യങ്ങൾക്ക് അങ്ങേയറ്റം പിന്തുണ നൽകുക എന്നുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വിധിയെക്കുറിച്ചിട്ട് ഇവിടെ എടുത്തു പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഭരണകൂടത്തിനെതിരെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർക്കെതിരെ, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഒരു വിധികളും കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്നില്ല എന്നുള്ള വിമർശനം ഉയർത്തുന്ന പല പൊതുപ്രവർത്തകരിൽ ഒരാളായിരുന്നു. വളരെ ശക്തമായും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഹൈക്കോടതിയുടെ ഈ ഒരു ദൗർബല്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 11 കെ ബാബു എന്ന് പറയുന്ന ന്യായാധിപൻ പുറപ്പെടുവിച്ച ആ വിധിന്യായം എന്ന് പറഞ്ഞാൽ എന്താ? ആ വിധിന്യായം ചെറിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിധിന്യായമല്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, കേരളത്തിൽ 9 വർഷക്കാലമായി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയന്റെ ഏതാണ്ട് 6-7 വർഷക്കാലമായി ആ പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനും പിണറായി വിജയനെ പോലും നയിക്കുന്നവൻ എന്നുള്ള ആരോപണം ഉയർന്നിട്ടുള്ള ആളുമായിട്ടുള്ള അയാളുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, ആ സ്ഥാനം പോലും അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി. ക്യാബിനറ്റ് റാങ്കാണ് അയാൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതുകൊണ്ട് ആ വിഷയം CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, FIR രജിസ്റ്റർ ചെയ്ത് CBI അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കെ ബാബു എന്ന് പറയുന്ന ആ ന്യായാധിപൻ പുറപ്പെടുവിച്ച വിധിന്യായം ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വിധിന്യായമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ ബാബു എന്ന് പറഞ്ഞ ന്യായാധിപനെയും ഹൈക്കോടതിയെയും ആ കാര്യത്തിൽ എത്ര ശ്ലാഘിച്ചാലും എത്ര അഭിനന്ദിച്ചാലും അത് അധികമാവില്ല എന്നാണ് എനിക്ക് ആ വിധിന്യായത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം അയാൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി പ്രാഥമിക അന്വേഷണമൊന്നും വേണ്ട, ഇനി FIR ഇട്ട് CBI അന്വേഷിച്ചാൽ മതി എന്നാണ് ആ ചരിത്ര പ്രധാനമായിട്ടുള്ള ആ വിധിന്യായത്തിലൂടെ, ആ 74 പേജുള്ള ആ വിധിന്യായത്തിലൂടെ ഈ കെ ബാബു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യായാധിപൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുഹൃത്തെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നു, ഈ വിധിന്യായം വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ KM എബ്രഹാം എന്ന് പറഞ്ഞ അയാൾ കിഫ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയും ഒക്കെ ആണല്ലോ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്നും കണ്ടാണ് ഈ കിഫ്ബിയുടെ പേര്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മെമ്പർ സെക്രട്ടറിയുമാണ്. അയാൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ആ സ്ഥാപനം ഏതാണ്ട് 10-29,000 കോടി രൂപ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് കടമായി എടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നമുക്കറിയാം, ബജറ്റിന് പുറത്ത് പണം സ്വരൂപിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. അവർ ഇതുവരെ ഏതാണ്ട് 10-30,000 കോടി രൂപ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ഡെറ്റായിട്ട്, കടമായിട്ട് അവരെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനി ചെന്നാൽ അവർക്ക് കടം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ചെന്നാൽ കിഫ്ബിക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് കടം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ? കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CBI കേസിൽ പ്രതിയാണ്. CBI കേസിൽ പ്രതിയായിട്ടുള്ള ഒരു സ്ഥാപനം കടവുമായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ചെന്ന ആരെങ്കിലും കടം കൊടുക്കുമോ സുഹൃത്തുക്കളെ? ഇപ്പൊ എൻ്റെ അടുത്ത് കടം ചോദിച്ചു വരുന്ന ഒരാൾ, അയാൾ ഒരു CBI കേസിൽ പ്രതിയാണെങ്കിൽ അയാൾക്ക് എനിക്ക് എങ്ങനെ കടം കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് കിഫ്ബിക്ക് ഇനി ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് വായ്പ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇയാൾ
കിഫ്ബി പിന്നെ ജീവനക്കാർക്ക് കൊടുത്തൊരു സന്ദേശത്തിലൂടെ അയാൾ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്നും അയാൾ അവിടെ തന്നെ തുടരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ന്യായീകരിച്ചുകൊണ്ട് അയാൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ കെ.എം. എബ്രഹാം എന്ന് പറഞ്ഞ ഈ പെരുങ്കള്ളൻ, ജി ശക്തിധരൻ എന്ന് പറഞ്ഞ പ്രമുഖ മാധ്യമപ്രവർത്തകൻ അയാളെ ഗജഭോഗ്രി എന്നാണ് അയാളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഞാൻ പെരുങ്കള്ളൻ എന്ന് കെ.എം. എബ്രഹാമിനെ വിളിക്കും. ആ പെരുങ്കള്ളനായിട്ടുള്ള കെ.എം. എബ്രഹാം ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ച നട്ടാൽ കുറിക്കാത്ത നുണകൾ ഹൈക്കോടതി എങ്ങനെയാണ് ഓരോന്നോരോന്നായി അതിനെ ഖണ്ഡിച്ചത് എന്ന് എന്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണം. അപ്പൊ അത് ആ സ്വത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, വഴുതക്കാടുള്ള ഈ പറഞ്ഞ പോലെ മില്ലിനിയം അപ്പാർട്ട്മെന്റ്സ് എന്നും പറഞ്ഞിട്ട് ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു ഫ്ലാറ്റ്, ബോംബെയിൽ വേറൊരു വില കൂടിയ ഫ്ലാറ്റ്, അതുപോലെ തന്നെ കടപ്പാക്കടയിൽ 3 നിലയുള്ള ഏതാണ്ട് 8 കോടിയോളം രൂപ വരുന്ന ഒരു കെട്ടിട സമുച്ചയം. ഇത് 3ഉമാണ് അയാളുടെ പ്രധാനപ്പെട്ട ആസ്തിയായി ചർച്ച ചെയ്യപ്പെട്ടത്. ആ ചർച്ച ചെയ്യപ്പെട്ടപ്പോ അതിൽ പ്രധാനമായി കോടതിയുടെ മുന്നിൽ വന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ അനധികൃത സ്വത്ത് സമ്പാദനം നടന്ന കാലാവധി, അതിന്റെ ചെക്ക് പീരീഡ് എന്നാണ് പറയുന്നത്. ആ പീരീഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അട്ടിമറി നടന്നു എന്നുള്ളത് കോടതി അംഗീകരിച്ചു. കാരണം നമുക്കറിയാം, അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ അതിന്റെ ചെക്ക് പീരീഡ് വളരെ പ്രധാനമാണ്. കാരണം ഏത് കാലഘട്ടത്തിലാണ് ഈ അനധികൃത സ്വത്ത് സമ്പാദിച്ചത് എന്ന് തീരുമാനിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചില സ്വത്ത് ചിലപ്പം ഈ ചെക്ക് പീരീഡിന് പുറത്തായി പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഈ സ്വത്ത് സമ്പാദിച്ച ആൾക്ക് ഗുണകരമായി വരും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി എന്ത് ചെയ്തു? തിരുവനന്തപുരം വിജിലൻസ് കോടതി പറഞ്ഞു 2000 മുതൽ 2009 വരെ ആണ് പിന്നെ വിജിലൻസ് അന്വേഷണത്തിൽ ചെക്ക് പീരീഡായി തീരുമാനിച്ചത്. അത് പ്രകാരം ഇയാൾ അനധികൃതമായി സ്വത്തൊന്നും സമ്പാദിച്ചിട്ടില്ല. ചെക്ക് പീരീഡ് തീരുമാനിക്കാനുള്ള അവകാശാധികാരം വിജിലൻസിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇയാളെ വെറുതെ വിട്ടത്. അതിനെതിരായിട്ടാണ് പരാതിക്കാരനായിട്ടുള്ള ജോൺ മുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതി. എന്നാൽ ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയാമോ? ഹൈക്കോടതി പറഞ്ഞു, ഈ 2000 മുതൽ 2009 വരെ ചെക്ക് പീരീഡ് തീരുമാനിച്ചത് തെറ്റായി പോയി. കാരണം ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട ആസ്തി ഇയാൾ വാങ്ങിയത് 2014-15 കാലഘട്ടത്തിലാണ്. തൃശ്ശൂരിലെ കൊല്ലത്തെ കടപ്പാക്കടയിലുള്ള 3 നില കെട്ടിടം 8 കോടി രൂപയുടെ അത് പ്രൊക്യൂർ ചെയ്യപ്പെട്ടത് 2014-2015 അത് ചെക്ക് പീരീഡിൽ നിന്ന് ഒഴിവാക്കിയത് തെറ്റായി പോയി. അത് മനഃപൂർവ്വം ഇയാളെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി ഈ വിധി ന്യായത്തിൽ. ഈ പിന്നെ കൊല്ലം കടപ്പാക്കടയിലെ ഈ വസ്തുവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സംശയങ്ങളും കോടതി അതിനകത്ത് ക്ലാരിറ്റി വരുത്തി. അതിൽ കെ.എം. എബ്രഹാം എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞെന്താണ്? ഈ കൊല്ലത്തുള്ള ഈ ഫ്ലാറ്റ് സമുച്ചയം താനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് തന്റെ സഹോദരന്മാരുടെ ആണ് അത് വാങ്ങിച്ചിട്ടുള്ളത്. അവരും താനുമായി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് ഇതിന്റെ ബാധ്യതകളൊക്കെ തീർന്നു കഴിയുമ്പോൾ താൻ പണം കൊടുക്കും, അപ്പോഴേ തൻ്റെതായി മാറുകയുള്ളൂ എന്നൊരു MOU അവരുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ് പിന്നെ കെ.എം. എബ്രഹാം കോടതിയുടെ മുന്നിൽ വെച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കടപ്പാക്കടയിലെ വസ്തുവിനുമേൽ തനിക്ക് യാതൊരു അവകാശാധികാരവുമില്ല എന്നാണ് ഇയാൾ കോടതിയോട് പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ് എന്ന് പരാതിക്കാരൻ കോടതിയോട് പറഞ്ഞു. പരാതിക്കാരൻ എന്താണ് കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച രേഖ? കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചു. ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചപ്പോൾ അതിൽ കെ.എം. എബ്രഹാമും കൂടെ ചേർന്നിട്ടാണ് അത് മേടിച്ചിട്ടുള്ളത്. കെ.എം. എബ്രഹാമിന്റെ 2 സഹോദരന്മാരും കൂടെ ചേർന്നാണ് അത് മേടിച്ചിട്ടുള്ളത്. ആ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് പരാതിക്കാരൻ കോടതിയുടെ മുമ്പിൽ കാണിച്ചപ്പോൾ കോടതി ആകെ ഞെട്ടിപ്പോയി. അപ്പോ ഇയാളുടെ നട്ടാൽ കുരുക്കാത്ത നുണ അവിടെ പൊളിഞ്ഞു. ഇത് അയാൾ കൂടി ചേർന്ന് പ്രൊക്യൂർ ചെയ്തിട്ടുള്ള ഒരു അസറ്റാണ് എന്ന് കോടതിക്ക് ബോധ്യമായി. ഇയാളുടെ കള്ളം അവിടെ പൊളിഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട കള്ളം പൊളിഞ്ഞത് എങ്ങനെയാണ്? ചില മാസങ്ങളിൽ ശമ്പളത്തെക്കാൾ കൂടുതൽ ലോൺ അടച്ചതായി കണ്ടു. അപ്പൊ കോടതി ചോദിച്ചു, അതെങ്ങനെയാണ് ശമ്പളത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ലോൺ അടച്ചത് എന്ന് ചോദിച്ചപ്പോൾ തന്റെ അച്ഛനും അമ്മയും റിട്ടയർഡ് പ്രൊഫസർമാരാണെന്നും അവരുടെ വരുമാനം കൊണ്ടാണ് താൻ ഈ ലോൺ ഇങ്ങനെ ശമ്പളത്തെക്കാൾ കൂടുതൽ അടച്ചത് എന്നും ഇയാൾ കോടതിയോട് പറഞ്ഞു.
അപ്പോഴാണ് പരാതിക്കാരനായിട്ടുള്ള ജോമോൻ പുത്തമ്പുരയ്ക്കൽ പറഞ്ഞത് ഇയാളുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് വർഷങ്ങളായി എന്ന്. അച്ഛൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു, അമ്മ 2016 മറ്റും മരിച്ചുപോയി. അപ്പൊ ആ അടുത്ത കള്ളം അവിടെ പിന്നെയും പൊളിഞ്ഞു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കള്ളം എന്താ സംഭവിച്ചത്? അതായത് തനിക്ക് തന്റെ ഭാര്യയ്ക്കും മക്കൾക്ക്, അതായത് ഈ ആശ്രിതരുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കണം എന്നാണ് 1968 ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ കോഡ് ഓഫ് കോണ്ടാക്ടിൽ പറയുന്നത്. അതിൽ സെക്ഷൻ 16 ആണെന്നാണ് എൻ്റെ റൂൾ 16 ആണെന്നാണ് എൻ്റെ. അത് പ്രകാരം 10,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് മൂവബിൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ 33 വർഷക്കാലമായി അയാൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള രേഖ പരാതിക്കാരൻ കോടതിയിൽ മുന്നിൽ. അപ്പൊ കോടതി ചോദിച്ചാൽ എന്താണ് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ ഭാര്യ ഷെർലി എബ്രഹാം, അവർക്ക് ഈ പറഞ്ഞതുപോലെ മൂവബിളും ആയിട്ടുള്ള പ്രോപ്പർട്ടികളൊന്നുമില്ല, കുറെ വസ്ത്രങ്ങളും ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല, അതുകൊണ്ടാണ് താൻ ഇത് ചെയ്യാതിരുന്നത് എന്ന്. എന്നാൽ അവിടെ പരാതിക്കാരൻ ഈ ഷെർലി എബ്രഹാം എന്ന് പറഞ്ഞ ഇയാളുടെ ഭാര്യയ്ക്ക് ബാങ്കിൽ 100 പവൻ സ്വർണമുള്ളതിന്റെ രേഖകൾ, 100 പവൻ സ്വർണമുള്ളതിന്റെ രേഖകളും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ ഉള്ളതിന്റെ വിശദാംശങ്ങളും കോടതിയിൽ മുന്നിൽ സമർപ്പിച്ചു. എന്ന് മാത്രമല്ല, ഫെഡറൽ ബാങ്കിന്റെ നന്നങ്കോടി ശാഖയിൽ ഭൂമി ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുള്ളതിന്റെ രേഖകളും കൊടുത്തു. അപ്പൊ ആ കള്ളവും പൊളിഞ്ഞു. അതോടൊപ്പം തന്നെ മക്കളെ കല്യാണം കഴിച്ചത് ബന്ധുക്കളുടെ നിന്ന് പണം ആലോചിക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉള്ള സമയത്ത് മക്കളെ കല്യാണം കഴിപ്പിച്ചപ്പോൾ അത് ബന്ധുക്കളിൽ നിന്ന് പണം കടം വാങ്ങിയാണെന്നുള്ള നട്ടാൽ കുറുക്കാത്ത നുണയും കോടതിയുടെ മുന്നിൽ പൊളിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ ഈ കെ എം എബ്രഹാം എന്ന് പറഞ്ഞ ഈ പെരും കള്ളൻ, അയാൾ കോടതിയുടെ മുന്നിൽ തന്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സമർപ്പിച്ച മിക്കവാറും എല്ലാ പെരും നുണകളും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരള ഹൈക്കോടതി പൊളിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടിപ്പോ എന്തോ കള്ളത്തര ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പെടി ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് വന്നിട്ട് അത് നിലനിൽക്കുന്നതല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇയാള് അധികാര സ്ഥാനത്തിരുന്നു കൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്റെ അനധികൃത സ്വത്ത് അധികൃതമായി താൻ സമാഹരിച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി കോടതിയുടെ മുന്നിൽ സമർപ്പിച്ച നട്ടാൽ കുരുക്കാത്ത നുണകൾ ഓരോന്നോരോന്നായി കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി കെ ബാബു അദ്ദേഹത്തിന്റെ ചരിത്ര പ്രധാനമായിട്ടുള്ള വിധിന്യായത്തിൽ ഖണ്ഡിച്ചത് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ടും ഈ പെരിങ്കള്ളൻ ആയിട്ടുള്ള ഇയാള് ശക്തിധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഗജ പോക്രി, അയാൾ ഇപ്പോഴും അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ലജ്ജാകരമാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പെരിങ്കള്ളനായിട്ടുള്ള ഈ കെ എം എബ്രഹാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ച തന്റെ ആസ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ ഓരോന്നോരോന്നായി പിച്ചി കീറുകയായിരുന്നു കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള കെ ബാബു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.